الساجدون الآمرون بالمعروف നന്മ ഉപദേശിക്കുന്നവൻ സത്യവിശ്വാസിയിൽപ്പെട്ടവനാണ്. നന്മ ഉപദേശിക്കുന്നത് സത്യവിശ്വാസത്തിന്റെ ലക്ഷണമാണ്, വിശ്വാസികളുടെ വിശേഷണമാണ്. ഒരു തെറ്റ് കണ്ടാൽ നിങ്ങൾ പോയി അവനെ തടയണേ. മൻകാനമെങ്കും മുഗയ്യിറൻ, നിങ്ങളിൽ ആരെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ അവന്റെ കൈ കൊണ്ട് തടയട്ടെ, അതല്ലെങ്കിൽ നാവ് കൊണ്ട് തടുക്കട്ടെ. അതിനും അവർ സമ്മതമല്ല എങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കട്ടെ. കമാ ഖാല റസൂലുള്ളാഹി മൻകാനമെങ്കും മുൻകറാ فليغير بيده أو بلسانه فإن لم يستطع أو بقلبه فذلك من ضعف الإيمان كما قال رسول الله. ആരെങ്കിലും ഒരു മോശം കണ്ടാൽ, ഒരു വഷളത്തരം കണ്ടാൽ, ഒരു അനാവശ്യം കണ്ടാൽ, ഒരു അധർമ്മം കണ്ടാൽ, ഒരു ആക്ഷേപം കണ്ടാൽ, ഒരു അനാവശ്യം കണ്ടാൽ അവന്റെ കൈ കൊണ്ട് തടയട്ടെ. മക്കളെ, നിങ്ങളിത് ചെയ്യരുത്, ഇത് അരുത് അരുത് എന്ന് അവന്റെ കൈ കൊണ്ട് തടഞ്ഞുകൊള്ളട്ടെ. അതിനെ കൊണ്ട് സാധ്യമല്ലയോ അവന്റെ നാവ് കൊണ്ട് തടയട്ടെ. അവൻ നാവ് കൊണ്ട് പറയണം, മക്കളെ നിങ്ങളത് പ്രവർത്തിക്കരുതേ, പ്രവർത്തിക്കരുത്. അതിനും സാധ്യമല്ലയോ അല്ലാഹുവേ, എന്റെ കൈ കൊണ്ട് തടുക്കാൻ കഴിയുന്നില്ല, എന്റെ നാവ് കൊണ്ട് തടുക്കാൻ കഴിയുന്നില്ല, എന്റെ ഹൃദയം കൊണ്ട് ഞാൻ വെറുക്കുകയാണ്, ഈ ഒരു കർമ്മത്തെ വെറുക്കുകയാണ് അല്ലാഹ്. കല്യാണത്തിന് ആഡംബരം നടത്തുമ്പോ, DJ നടത്തുമ്പോ ഈ ചെറുപ്പക്കാർ ഈ ആവശ്യമില്ലാത്ത കോലങ്ങളൊക്കെ കാണിക്കുമ്പോ നിങ്ങൾ ഉപ്പമാര് പറയണം, കാരണവര് പറയണം, മക്കളെ ഇത് പാടില്ല, കൈ കൊണ്ട് തടുക്കണം. പറ്റുന്നില്ലേ? നാവ് കൊണ്ട് പറയണം, ഇത് തെറ്റാണടാ, ഇത് അധർമ്മമാണടാ. പറ്റുന്നില്ലേ? അവസാനം അല്ലാഹ് നാവ് കൊണ്ട് പറഞ്ഞു നോക്കി, കൈ കൊണ്ട് പഴുതു നോക്കി, രക്ഷയില്ല, എന്റെ ഹൃദയം കൊണ്ട് ഞാൻ വെറുക്കുന്നു. ബാക്കി അല്ലാഹ് ചെയ്തു. ബാക്കി അല്ലാഹ്. വിശ്വാസിയുടെ വിശേഷണത്തിന് അടുത്ത ഒരു വിഷയം ഞാൻ പറയട്ടെ. സൂറത്തുൽ മുഅ്മിനൂനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 ഘട്ടമായിട്ടാണ് കിടക്കുന്നത് ഈ വിശ്വാസികളുടെ വിശേഷം. 3 ഘട്ടമായിട്ടാണ് 30 വിശേഷണങ്ങൾ അല്ലാഹു 3 സ്ഥലത്ത് പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് ആദ്യം ഓതി വെച്ചത്, രണ്ടാമത് മറ്റൊരു സൂറത്ത് തൗബയിലുള്ള ആയത്താണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി ഇത്രയും നേരം സംസാരിച്ചത്. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ ഖാനിതീന വൽ ഖാനിതാത് والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. ആണ് പെണ്ണ്, മുസ്ലിമായാണ് മുസ്ലിമത്തായ പെണ്ണ്, മോമിനായാണ് മോമിനത്തായ പെണ്ണ്, നോമ്പ് പിടിക്കുന്നതാണ് നോമ്പ് പിടിക്കുന്ന പെണ്ണ്, സദഖ ചെയ്യുന്നതാണ് സദഖ ചെയ്യുന്ന പെണ്ണ്, അല്ലാഹുവെ ഭയപ്പെടുന്ന പെണ്ണ്, അല്ലാഹുവെ ഭയപ്പെടുന്ന ആണ്, ഗുഹ്യഭാഗത്തെ സൂക്ഷിക്കുന്ന ആണ് ഗുഹ്യഭാഗത്തെ സൂക്ഷിക്കുന്ന പെണ്ണ്, ദിക്ർ ചെയ്യുന്ന ആണ് ദിക്ർ ചെയ്യുന്ന പെണ്ണ്.
അള്ളാഹു അതും കൂടെ നമുക്ക് വിവരിച്ചു തരാം. ആണ് പെണ്ണ് പ്രത്യേകത. എന്നിട്ട് അള്ളാഹു അവസാനം പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അള്ളാഹു പറയാണ് നിങ്ങൾക്ക് ഞാൻ മഗ്ഫിറത്തും ഉന്നതമായ പദവിയും ഈ വിശേഷണങ്ങൾ ഉള്ളവർക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിച്ചു. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശ്വാസികളെ നിങ്ങൾ വിജയം വരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സൂറത്തുൽ മുഅ്മിനൂനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂന്നാമതായി പറയുന്ന വിശേഷണമാണ് ഒന്ന് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. ആരാണ് ആ മുഅ്മിൻ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നമസ്കാരത്തിൽ കൃത്യനിഷ്ഠയോടുകൂടി നമസ്കരിക്കുന്നവർ, ഭയഭക്തിയോടുകൂടി നമസ്കരിക്കുന്നവരും ആ നമസ്കാരക്കാരൻ വിജയിച്ചിരിക്കുകയാണ്. മൂന്നാമതായ അല്ലാഹു അവരുടെ വിശേഷണങ്ങൾ പറയുമ്പോൾ പറയുകയാ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ഇതൊന്ന് കേൾക്കണേ ചെറുപ്പക്കാരായ യുവതലമുറകളെ. എന്ന കല്യാണത്തിന്റെ പേരിൽ ആർഭാടങ്ങളും അനാവശ്യങ്ങളും ഡിജയും നൃത്തവും നർത്തകികളെ കൊണ്ടുവന്നുള്ള ഗാനമേളകളും സിനിമാറ്റിക് ഡാൻസും നടത്തുന്ന എന്റെ പൊന്നു സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാന്മാരും ആരിഫീങ്ങളും പ്രവാചകന്മാരുടെ പരമ്പരയിൽപ്പെട്ട എത്രയോ മഹത്തുക്കൾ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ കാസർഗോഡിന്റെ മണ്ണിൽ ഈ സത്യവിശ്വാസികളുടെ മൂന്നാമത്തെ വിശേഷണം അവരൊന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടാണ് അബൂബക്കർ പ്രവാചനം നടത്തുന്നത്. അബൂബക്കറിന്റെ ഭാഗത്തു നിന്ന് ഒരു നിലയ്ക്കും ഒരു കുറ്റമില്ല. അല്ലാഹുവും റസൂലും പറഞ്ഞതല്ലാത്തതൊന്നും അബൂബക്കർ വിളമ്പാറുമില്ല. പരിശുദ്ധ ഖുർആനിലൂടെ മൂന്നാമത്തെ വിശേഷണങ്ങൾ പറയുമ്പോ സത്യവിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറയുന്നത് ആരാണ് ആ സത്യവിശ്വാസി എന്നറിയോ? വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ആവശ്യമില്ലാത്ത കളിയുണ്ടല്ലോ, ചിരിയുണ്ടല്ലോ, അനാവശ്യ സംസാരങ്ങളുണ്ടല്ലോ, പാട്ടുകളുണ്ടല്ലോ, വാദമേളങ്ങളുണ്ടല്ലോ, കളികളുണ്ടല്ലോ, തമാശകളുണ്ടല്ലോ, അതെല്ലാം ഒഴിവാക്കണേ, ഒഴിവാക്കണേ. അതൊഴിവാക്കുന്ന വിശ്വാസിയാണ് വിജയം വരിച്ചവർ. പരിശുദ്ധ ഖുർആൻ പറയുമ്പോ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധമായ മദീന പള്ളിയിൽ വഅദ് പരമ്പര നടത്തുമ്പോ, മതപ്രഭാഷണം നടത്തുമ്പോ, സമുദായത്തിന് ദീനിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ നടത്തുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് സഹാബാക്കൾ ഒഴുകി ഒഴുകി വരികയാണ്. അങ്ങനെ ഒഴുകി ഒഴുകി വരുമ്പോ ഹാരിസ് എന്ന് പറയുന്ന കപട വിശ്വാസി വഴിക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് പറയുകയാ നിങ്ങൾ മുഹമ്മദിന്റെ അരികിൽ പോകല്ലേ, നിങ്ങൾ പ്രഭാഷണം കേൾക്കരുത്, നിങ്ങൾക്ക് ഞാനിതാ നല്ല ഒരു സദസ്സ് പരിചയപ്പെടുത്തി തരാം, ആ സദസ്സിലേക്ക് നിങ്ങൾ വരണേ, ആ സദസ്സിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാം. ഹാരിസ് എന്ന് പറയുന്ന വിവരം കെട്ട അഹങ്കാരി, അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിക്കുന്നവൻ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഇറങ്ങുമ്പോ ആ ഖുർആനിനെതിരെ അനാവശ്യങ്ങൾ വ്യാപിപ്പിക്കുന്ന മുനാഫിക്കും കപട വിശ്വാസിയുമായ ഹാരിസ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ സമുദ്രത്തിലേക്ക് വരുന്നവരെ വഴിയോരങ്ങളിൽ പിടിച്ചു നിർത്തിയിട്ട് ഒരു നർത്തകിയുടെ അരികിലേക്ക് കൊണ്ടുപോവുകയാണ്. അവന്റെ രഹമുകളും ദിനാറുകളും വലിച്ചെറിഞ്ഞിട്ട് ഒരു നർത്തകിയെ അവൻ വിലക്ക് വാങ്ങിയിട്ട് ജനങ്ങളെ അല്ലാഹുവിന്റെ റസൂലിന്റെ വഅദ് കേൾക്കാൻ പോകുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് നേരെ ആ നർത്തകിയുടെ അരികിലേക്ക് കൊണ്ടുപോയിട്ട് അവളോട് പറയും ഇവന് നല്ല ഡാൻസ് ആടി കൊടുക്കണേ, ക്യാമറ ഡാൻസ് ആടി ഇവനെ ഒന്ന് സുഖിപ്പിക്കണേ, ഇവനക്ക് നല്ല പാട്ട് പാടി കൊടുക്കണേ, ഇവനെ നല്ല രസിപ്പിക്കണേ, സുഖിപ്പിക്കണേ എന്ന് ഹാരിസ് ഈ അഹങ്കാരി പാവപ്പെട്ട സ്വഹാബാക്കളെ ഈ നർത്തകിയുടെ അരികിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അവരുടെ പാട്ട് കേൾക്കുമ്പോ ഈ അഹങ്കാരി അവരെ നോക്കിയിട്ട് പറയും ഇത് മുഹമ്മദ് പറയുന്നതിനേക്കാൾ എത്രയോ രസമുള്ളതാണ്, രസമുള്ളതാണ്. മുഹമ്മദ് നിങ്ങളെ അല്ലാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. പാട്ടില്ല, ആട്ടമില്ല, നൃത്തമില്ല, രസമില്ല, മ്യൂസിക്കില്ല, ഗാനമേളയില്ല. ഈ ലോകം എന്ത് ലോകമാണ്? ഈ ലൈഫ് നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ. അതുകൊണ്ട് മുഹമ്മദിനേക്കാൾ ഏറ്റവും ഉത്തമമായ കാര്യമാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പെണ്ണേ ഇവർക്ക് നല്ല പാട്ട് പാടിക്കൊടുക്കണേ, അർദ്ധനഗ്നയായി
ഇവരുടെ മുന്നിൽ നീ നൃത്തം ചവിട്ടണേ. ഗാനമേള ഇവരുടെ കൈക്ക് പിടിച്ച് നീ ആടി പാടി തിമിർത്തുകൊണ്ട് ഇവരെ നീ സന്തോഷിപ്പിക്കണമേ.